6 പേരുടെ മരണം അതിപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. സംസ്ഥാന പോലീസ് മേധാവി ഉൾപ്പെടെ ഇപ്പോഴും അവിടെ നിന്ന് ആളുകളെ മാറ്റുന്നുണ്ട്. ശ്രീജിത്ത് ശ്രീകുമാരൻ തുടരുന്നുണ്ട്. ശ്രീജിത്ത്, മറ്റെന്തെങ്കിലും പുതിയ വിവരങ്ങളുണ്ടോ? രാവിലെ നമ്മുടെ മാധ്യമപ്രവർത്തകർ എല്ലാവരും തന്നെ വന്ന് ദൃശ്യങ്ങളെല്ലാം ഷൂട്ട് ചെയ്ത് മടങ്ങിയ ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. ആ സമയത്ത് കുറേയധികം സ്ത്രീകൾ ആ മേഖലയിൽ ഉണ്ടായിരുന്നു. ഈ പറയുന്നത് കുറേയധികം സ്ത്രീ തൊഴിലാളികളടക്കം ആ മേഖലയിൽ ജോലി ചെയ്തിരുന്നു. കൂടാതെ മറ്റ് തൊഴിലാളികളൊക്കെ എല്ലാം വിശദീകരിച്ചു വന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ ഇത്തവണ ചെയ്യാൻ എന്നത് ഒക്കെ തന്നെ തിരിച്ച് തരുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. എന്തായാലും രാവിലെ ആ മേഖലയിലേക്ക് പോകുന്ന സമയത്ത് മാധ്യമപ്രവർത്തകർ വേണ്ട മുൻകരുതലൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതിനപ്പുറത്തേക്കുള്ള സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ അവരും ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അവർ ഇത്തരത്തിൽ ആ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്ന സമയത്ത് ഈ പറയുന്നത് പോലെ നമ്മളോട് തന്നെ പറയുന്നുണ്ടായിരുന്നു, സൂക്ഷിക്കണം, ആ മേഖലയിലേക്ക് പോയി ഷൂട്ട് ചെയ്യുമ്പോൾ വളരെ വളരെ സൂക്ഷിക്കണമെന്ന് കൃത്യമായ രീതിയിൽ പറയുന്നുണ്ടായിരുന്നു. ആ മേഖലയിലൊക്കെ ഇറങ്ങുമ്പോൾ തന്നെ ഏതെങ്കിലും തരത്തിൽ തീപ്പെട്ടിയുണ്ടോ, തീ പിടിക്കാനുള്ള സാധ്യതയുണ്ടോ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉപേക്ഷിക്കണം എന്ന നിർദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. അതിനൊക്കെ ശേഷമാണ് നമ്മുടെ മാധ്യമപ്രവർത്തകർ ആ മേഖലയിൽ നിന്ന് ദൃശ്യങ്ങളെല്ലാം പകർത്തി പുറത്തേക്ക് ഇറങ്ങിയത്. ആ ദൃശ്യങ്ങൾ നാളെ ഒരുങ്ങി നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഇങ്ങനൊരു ദുരന്തം ഉണ്ടായത്. അതായത് ഏതാണ്ടൊരു 2:45 ഉച്ചഭക്ഷണത്തിനൊക്കെ പോയ ആളുകളായിരിക്കാം ഒരുപക്ഷെ, അല്ലെങ്കിൽ അങ്ങനെ ആളുകൾ പോയിട്ടുണ്ടെങ്കിൽ മാത്രമേ തൊഴിലാളികളുടെ എണ്ണത്തിൽ ഒരു കുറവ് ഉണ്ടാവുകയുള്ളൂ എന്ന കാര്യം ഒരു തർക്കവുമില്ല. അല്ലെങ്കിൽ കൂടുതൽ തൊഴിലാളികളുണ്ട്. അത് 40ഓളം തൊഴിലാളികളാണ്. ഇപ്പോൾ അല്പസമയം മുൻപ് സേവ്യർ ചിറ്റലപ്പള്ളി MLA അടക്കം നമ്മൾ സംസാരിക്കുന്ന സമയത്ത് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പുറത്തേക്കുള്ള പോക്കുണ്ടാകാനുള്ള സാധ്യത അപ്പുറത്തെവിടെയെങ്കിലും വെച്ചതിന് ശേഷം അവിടുന്ന് ശ്രീജിത്ത്, ഇപ്പോൾ ഈ ശ്രീജിത്ത് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ 8 പേരുടെ മരണം എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട്. അതിൽ 5 പേരുടെ മൃതദേഹ ഭാഗങ്ങളാണ് ലഭിച്ചത്. 8 മരണം എന്നുള്ള ഒരു വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ശ്രീജിത്ത്, നമ്മൾ നേരത്തെ ആ ഒരു വിവരം പ്രതീക്ഷിച്ചിരുന്ന വിവരമാണ്. ആ ഒരു വാർത്ത സത്യമാകരുത് എന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചിരുന്നു. ആ ഒരു നമ്പറിൽ നിൽക്കില്ല എന്നും കൂടി ഈ ഒരു ഘട്ടത്തിൽ പറയേണ്ടിയിരിക്കുന്നു. കാരണം കൂടുതൽ ആളുകൾ ഈ മേഖലയിലുണ്ട്. പോലീസ് വടമൊക്കെ കെട്ടി ഒരു മേഖലയിൽ നിന്ന് ആളുകളെ തിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത്. നമ്മുടേതടക്കമുള്ള പ്രാദേശിക പ്രതിനിധികൾ രാവിലെ ഈ മേഖലയിൽ ഉണ്ടായിരുന്നു. എന്തായാലും രാവിലെ ഈ മേഖലയിൽ നമ്മുടെ അടക്കമുള്ള പ്രാദേശിക പ്രതിനിധികൾ ഉണ്ടായിരുന്നു. മണികണ്ഠൻ നമ്മുടെ പ്രാദേശിക പ്രതിനിധിയാണ്. മണികണ്ഠൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു. മണികണ്ഠൻ, അവിടെ എന്തായിരുന്നു ആ സമയത്ത് ഒരു അവസ്ഥ, എങ്ങനെയായിരുന്നു? കാലത്തൊരു 9 മണിയോടെയാണ് നമ്മൾ മാധ്യമപ്രവർത്തകർ എല്ലാവരും ഇവിടെ എത്തിയത്. അപ്പോൾ തന്നെ കയ്യിൽ തീപ്പെട്ടി അങ്ങനത്തെ സാധനങ്ങളും അതൊന്നും ഉണ്ടാവരുത്, ഭയങ്കര സേഫ്റ്റി ആയിട്ട് കിടക്കണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എല്ലാ ചാനലുകാരും വന്ന് നമ്മൾ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്തിട്ട് വിഷ്വൽസ് എല്ലാം എടുത്തു. അപ്പോൾ പല സൈഡുകളിൽ ഓരോ ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് അവർ കറക്റ്റായിട്ട്. ഞാൻ ചോദിക്കുന്നത്, അത്ര അധികം വെടിമരുന്നുകൾ ഉണ്ടായിരുന്നു തിരുവമ്പാടി ഭാഗത്ത്? എന്തായാലും തിരുവമ്പാടി ഈ വെടിക്കെട്ടിലൊരു കേമന്മാരാണല്ലോ, അപ്പോൾ അവർ അത്രയധികം വെടിക്കെട്ട് കോപ്പുകൾ അവിടെ ഉണ്ടായിരുന്നു? അത്ര അധികം നമ്മൾ കണ്ടില്ല. ഓലപ്പടക്കങ്ങൾ അങ്ങനെ കുറേ സാധനങ്ങൾ കൊണ്ട് അങ്ങനത്തെ കുറേ ഇത് കണ്ടു. ഒരുപാട് മരുന്നുകൾ അങ്ങനെ കണ്ടിട്ടില്ല. പല സ്ഥലത്ത് മരുന്നുകൾ കൂട്ടി ഓലപ്പടക്കങ്ങൾ കുറേ ഉണ്ടായിരുന്നു. ഒരുപാട് മരുന്ന് ശേഖരം നമ്മുടെ അറിവിൽ നമ്മൾ കണ്ടിട്ടില്ല. ഇത് സമയത്ത് വല്ലാത്തൊരു തീപിടുത്തം. അതെ, നല്ല ഒരു പ്രദേശത്തെ മരങ്ങളൊക്കെ ഉണങ്ങി. എല്ലാ മരങ്ങളും അല്ല, കാലത്ത് വരുമ്പോൾ ഫുള്ള് ഒരു അറച്ച് ഭംഗിയുള്ള ഒരു സ്ഥലമായിരുന്നു. ഇപ്പോൾ ഒക്കെ ആകെ ഇരുണ്ട്, മരങ്ങളൊക്കെ എല്ലാം കത്തിപ്പോയി. തെങ്ങുകളൊക്കെ നിൽക്കുന്നത് കണ്ടാൽ തന്നെ ഏതാണ്ട് എല്ലാം ഒരു ഭയാനകമായ ഒരു സ്ഥലം പോലെയായി എന്നാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ ആളുകളോട് പൂർണ്ണമായി ഈ മേഖലയിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യപ്പെട്ടു കഴിഞ്ഞു. അപ്പോൾ പൂർണ്ണമായി ആളുകൾ മാറി നിൽക്കുകയാണ്. ഇനിയും കൂടുതലധികം ആളുകൾ ഈ മേഖലയിൽ ഉണ്ടോ എന്ന പരിശോധനയാണ് നടത്തുന്നത്. ആ പരിശോധന ഒരു മേഖലയിൽ നടത്തുന്നത്. നേരത്തെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി അടക്കം പറഞ്ഞതുപോലെ ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായത്. ഇവിടെ നിന്ന് ഗ്രൗണ്ടിൽ നിന്ന് കിട്ടുന്ന ഇത്തരത്തിലുള്ള റിപ്പോർട്ടുകൾ മാത്രമാണ് നമ്മുടെ പക്കൽ ഈ ഒരു ഘട്ടത്തിൽ ഉള്ളൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.